ഇഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ നിൽക്കെ വിജിലൻസ് എസ്.പിയെ സ്ഥലം മാറ്റി. റേഞ്ച് എസ്.പി എസ് ശശിധരനെ തൃശൂർ കേരള പോലീസ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് മാറ്റിയത്. എസ്.പിയുടെ നേതൃത്വത്തിൽ ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുന്ന സമയത്താണ് പൊടുന്നനെയുള്ള സ്ഥലമാറ്റം. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന പി.എൻ. രമേഷ് കുമാർ പുതിയ റേഞ്ച് എസ്.പിയായി ചുമതലയേൽക്കും. റിയ ബേബിയുണ്ട് വിശദവിവരങ്ങളുമായി. റിയ, ഈ കാര്യങ്ങൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു മാറ്റം എന്താണ് മനസ്സിലാക്കേണ്ടത്? മോത്തി, നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസ്, അതായത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് ഇ.ഡി ഉദ്യോഗസ്ഥൻ നേരിട്ട് കൈക്കൂലി വാങ്ങിയെന്ന അതീവ ഗുരുതരമായ ഒരു കേസായിരുന്നു കൊച്ചിയിലെ വിജിലൻസ് എസ്.പി ആയ എസ് ശശിധരൻ, എറണാകുളം റേഞ്ച് വിജിലൻസ് എസ്.പി കൂടിയായിരുന്ന എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചു വരുന്നത്. ആ കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ ഇ.ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറെ കഴിഞ്ഞ 2 ദിവസമായി വിജിലൻസ് ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോഴിതാ ഇങ്ങനെ ഒരു സ്ഥലമാറ്റം എസ് ശശിധരന് വന്നിരിക്കുന്നത്. തൃശ്ശൂരിലേക്കാണ് സ്ഥലമാറ്റം വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായും കേസിനെ ബാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഇവിടെ ചോദ്യം ചെയ്യൽ വരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വന്നിരിക്കുന്ന ഈ സ്ഥലമാറ്റത്തെ സ്വാഭാവികമായി എന്തായാലും കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം വരേണ്ടതുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം കൂടുതലൊന്നും ഈ കേസിൽ പ്രതികരിക്കാനും സാധ്യതയില്ല. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ.ഡിയിലെ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്നും അയാളെ 1-ാം പ്രതിയാക്കി വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചോദ്യം ചെയ്യൽ നടപടികളടക്കം പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ ആ കേസ് അന്വേഷിച്ചിരുന്ന എസ്.പിക്ക് തന്നെ ഒരു സ്ഥലമാറ്റം വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു സ്ഥലമാറ്റം കഴിഞ്ഞ ദിവസം ഉത്തരവ് വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിൽ എന്താണ് ഇനി തുടർ നീക്കങ്ങൾ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ കേസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു കൈക്കൂലി കേസായിരുന്നു ഇ.ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ പ്രതിയായ കേസ്.